ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് വന്നതെങ്കിലും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശകരമായ മത്സര രംഗത്താണ്. തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുമെന്നതിനാൽ മുന്നണികൾ അതിശക്തമായി തന്നെ വിജയപ്രതീക്ഷയോടെ മത്സര രംഗത്തുണ്ട്. UDFും LDFും SDPIയുമാണ് മത്സര രംഗത്തുള്ളത്. 1-ാം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന CPMലെ സലീം മണ്ണേൽ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി നജീബ് മണ്ണേലും LDF സ്ഥാനാർത്ഥിയായി ജബ്ബാർ വെട്ടത്തയ്യത്തിലും SDPI സ്ഥാനാർത്ഥിയായി നാസർ കുരുടന്റെയും മത്സരിക്കുന്നു. 23-അംഗ തൊടിയൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ LDFന് 12ഉം UDFന് 11ഉം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. LDFിലെ വൈസ് പ്രസിഡന്റായിരുന്ന സലീം മണ്ണേലിന്റെ മരണത്തോടെ UDF LDF അംഗങ്ങൾ തുല്യനിലയിലായി. LDFിന്റെ കയ്യിലുള്ള ഭരണം പിടിച്ചെടുക്കാൻ UDFും ഭരണം നിലനിർത്താൻ LDFും കടുത്ത മത്സരവുമായാണ് രംഗത്തുള്ളത്. കഴിഞ്ഞ തവണകളിൽ 2-ാം സ്ഥാനത്തെത്തിയ SDPIയും വിജയപ്രതീക്ഷയോടെയാണ് മത്സരരംഗത്തുള്ളത്. ചുവരജത്തെ പോസ്റ്ററുകൾ, ഫ്ലക്സ് ബോർഡ് ഇവയൊക്കെ നേരത്തെ തന്നെ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ഈ മാസം 11-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 12-ന് സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 15-ആണ്. വോട്ടെടുപ്പ് ജൂലൈ 30-നും വോട്ടെണ്ണൽ ജൂലൈ 31-നും നടക്കും. UDFിനാണ് വിജയമെങ്കിൽ LDFിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനും കഴിയും. SDPIക്കാണ് വിജയമെങ്കിൽ പഞ്ചായത്ത് ഭരണം അനിശ്ചിതത്വത്തിലാകും. ഏത് മുന്നണി ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി SDPI മാറുകയും ചെയ്യും. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.